ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു ട്രെയിൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി. ശനിയാഴ്ച രാത്രി ഷൊർണൂരിൽ നിന്നുള്ള നിലമ്പൂർ പാസഞ്ചറിന് പകരമാണ് ട്രയൽ റൺ നടത്തിയത്. ഇതേ ട്രെയിൻ നിലമ്പൂരിൽ നിന്നും ഞായറാഴ്ച രാവിലെ 5:30 ഷൊർണൂരിലേക്ക് തിരിച്ചുപോയി. മെമു ട്രെയിൻ സ്ഥിരം സർവീസാക്കിയാൽ യാത്രക്കാരുടെ നിരന്തര ആവശ്യത്തിന് പരിഹാരമാകും. കോവൈ ഷൊർണൂർ, എറണാകുളം ഷൊർണൂർ മെമു ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് നീട്ടണമെന്നത് യാത്രക്കാരുടെയും വിവിധ സംഘടനകളുടെയും ദീർഘനാളത്തെ ആവശ്യമാണ്. പാതയിൽ മെമു ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിലമ്പൂരിലേക്ക് ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി. ഷൊർണൂരിൽ നിന്നും രാത്രിയിലെ അവസാന ട്രെയിനായ 5661 പാസഞ്ചറാണ് ശനിയാഴ്ച ട്രയൽ റൺ നടത്തിയത്. ഇതേ ട്രെയിൻ ഞായറാഴ്ച രാവിലെ 5:30 നിലമ്പൂരിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിനിന് പകരമായി ഷൊർണൂരിലേക്ക് സർവീസ് നടത്തി. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയാക്കിയതോടെയാണ് മെമു ട്രെയിനുകളുടെ സർവീസിന് സാധ്യത തെളിഞ്ഞത്. മെമു സർവീസിന് റെയിൽവേ അനുമതിയും നൽകിയിട്ടുണ്ട്. പാതയിൽ ആദ്യമായി മെമു ട്രയൽ സർവീസ് നടത്തിയ ട്രെയിനിന് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകി. മെമു ട്രെയിൻ സ്ഥിരപ്പെടുത്തിയാൽ ജനശതാബ്ദി, ആലപ്പുഴ, കണ്ണൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ വരുന്ന നിലമ്പൂർ റോഡിലെ യാത്രക്കാർക്ക് സൗകര്യമാകും. വൈകാതെ എറണാകുളം നിലമ്പൂർ മെമു ട്രെയിൻ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവൈ ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.